ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചേനയും പിന്നെ മമ്പയറില്ലേ അതും കൂടിയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചേന നിങ്ങൾ കാണിച്ച ആ രീതിയിലുള്ള കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ 2 പച്ചമുളക് കീറിയിട്ടു. പിന്നെ മമ്പയറില്ലേ, മമ്പയർ ഒരു 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളത്തിലിട്ടതിന് ശേഷം അതിലിട്ട് കൊടുക്കാം. ഒരു കുക്കറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു 3 വിസിലാവുന്നവരെ വേവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പൊ നമ്മൾ ഉപ്പിട്ട് കൊടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാല് മമ്പയർ വേവണമെങ്കിൽ ചില മമ്പയറൊക്കെ വേവുന്ന കുറവാണ്. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം ഇത് ഒരു വിസിൽ കൂടി ആവാൻ വേണ്ടിയിട്ട് ഇത് 3 വിസിലായതിനു ശേഷം ഇത് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു വിസിലും കൂടി ആക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പൊ ഞാനൊരു പാനിലെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ഒരു കുറച്ച് വറ്റൽ മുളക്, അത് നിങ്ങൾക്ക് എരിവിന് അനുസരിച്ചിട്ട് ഇടാം കേട്ടോ. അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇപ്പം ഞാൻ ജീരകം, അതായത് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. അത് മല്ലി, ഞാൻ മുതുമ മല്ലിയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മല്ലി. ഉലുവയാണ് ഞാൻ ഇടുന്നത്. ഒരു 1/2 ടീസ്പൂൺ വേണ്ട, ഒരു 1/4 ടീസ്പൂൺ. ജീരകം ഇട്ടതിന്റെ അതേ രീതിയിൽ 1/4 ടീസ്പൂൺ മതിയാവും രണ്ടും. അത് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ ഉഴുന്ന് പരിപ്പാലും കുഴപ്പമില്ല, ഉഴുന്നാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്, ചെറിയ തീയിൽ വെച്ചാൽ മതി, പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. ചെറിയൊരു ഗോൾഡൻ കളർ വരുന്നവരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് കായമില്ലേ, ചെറിയൊരു പീസ് കായ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ വരുന്നുണ്ട്. ആ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് അതൊരു ചെറിയൊരു പച്ചമണമൊക്കെ മാറുന്നവരെ അത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ കൂടുതൽ നമ്മൾ കഷ്ണം കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്നെസ് ആയിട്ട് വരും. അതുകൊണ്ട് ഞാൻ കഷ്ണം ഇച്ചിരി കുറവിട്ടതുകൊണ്ട് ഞാൻ തേങ്ങ ഏകദേശം ഒരു 1.25 കപ്പ് ഇട്ടിട്ടുണ്ട്. അത് നല്ല ബ്രൗൺ കളറൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ചൂടായി മതി. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമുക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് വേണ്ട പുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ അരച്ച് വെച്ചിട്ടുണ്ട്, നന്നായി മിൻസായിട്ട് അരച്ചു കൊടുക്കാം. ഞാനിതിപ്പോ മമ്പയറും എന്താ പറയുക ചേനയും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ടതിന് ശേഷം ഒരു വിസിൽ കൂടി ആക്കിയെടുത്തു. അതൊക്കെ ഉണ്ടല്ലേ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരവ് ഇട്ട് കൊടുത്തതിന് ശേഷം തിക്നെസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ചിലവർക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടെങ്കിൽ അത് ഇഷ്ടം, അല്ലെങ്കിൽ തിക്നെസ് വേണ്ട, നല്ല കുറച്ച് വെള്ളം രീതിയിലാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ എല്ലാവർക്കും വെള്ളം രീതിയിലാണ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കട്ടിയിലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ അരവെല്ലാം മിക്സ് ആക്കി കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ചിലപ്പോൾ കുറവുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിൽ കടുക് പൊട്ടിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് ഇടാതെയൊന്നും കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. നല്ല ഓപ്ഷനിലാണ്. നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സാമ്പാറാണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയിക്കണം. പിന്നെ അത് മാത്രമല്ല, അടുത്ത റെസിപ്പി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണുന്നില്ല, ഞാൻ കുറച്ച് വെള്ളം ആക്കിയതാണ്.